ഹലോ, പുതിയൊരു എപ്പിസോഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് എന്താണ് സ്പെഷ്യൽ അല്ലേ? രണ്ടെണ്ണം കാണിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഒരു റെയർ പീസ് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ പൂവ്, കൂമ്പ്. ഇതാണ് പേരെന്ന് പറയും. ഇത് എക്സാക്റ്റ് നമ്മുടെ ഇതില്ലേ, ഫ്ലവർ, ബനാന ഫ്ലവർ. അത് ഇതിൻ്റെ ഈ സാധനം കിട്ടത്തില്ലേ, ലൈക്ക് ഇങ്ങനെ ഓരോ ഇത് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ ഉള്ള ഇതിൽ അപ്പം ഞാൻ മാക്സിമം കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ അച്ചാറുണ്ടാക്കും. എന്തുണ്ടാക്കും? അച്ചാർ, ആവക്കായ്. ലൈക്ക് സൗത്ത് ഇന്ത്യൻ സ്റ്റൈല്, ആന്ധ്ര സ്റ്റൈലിലുള്ളത്. ഇതിനകത്ത് വേറെ കുക്കിങ്ങോ ഗ്യാസിൻ്റെതോ ഒരു ആവശ്യമില്ല. എനിക്ക് ജസ്റ്റ് എല്ലാം പച്ച സാധനങ്ങൾ, റോ മെറ്റീരിയൽസ് വെച്ചിട്ട് എല്ലാം അരിഞ്ഞ കുറേ അതിൻ്റെ അകത്തിടേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ആവക്കായ് പിക്കിളായിട്ട് മാറും. ഇൻസ്റ്റെഡ് ഓഫ് വേറെ മാങ്ങ ഒക്കെ വെക്കുന്ന മാതിരി അതില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യുവാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ പണ്ട് ഒരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇന്ന് ഏതായാലും കറക്റ്റ് അതുപോലത്തെ ഒരു സാധനം കിട്ടിയിരിക്കുന്നത്, നല്ല പിഞ്ച്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിൻ്റെ മേലത്തെ കുറേ ഇത് വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു, ഒരു ലെയറായിട്ട് വരുന്നത്. അപ്പം നല്ല പിഞ്ച്. ഇനി ഇത് വെച്ചിട്ട് തോരൻ വയ്ക്കും. ഈ പൂ വെച്ചിട്ട് ഞാൻ ഇത്രയും വെച്ചിട്ട് അച്ചാറുണ്ടാക്കും. അപ്പം അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ. ഇത് ഞാൻ ഒന്നും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്യും കേട്ടോ, 2 കഷ്ണമാക്കും. പക്ഷേ ഈ നീളം കുഴപ്പമില്ല കേട്ടോ, ഇതിങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. പിഞ്ച് സാധനം എടുത്തിരിക്കുന്നത്, ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി. ഇതെല്ലാം ഒരു കണക്കാണ് കേട്ടോ. എനിക്കിപ്പോൾ എൻ്റെ കയ്യിലുള്ള പിക്കിൾ തീർന്നുകൊണ്ട് വീട്ടിൽ അത്യാവശ്യത്തിന് വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റിക്ക് ഇതിനനുസരിച്ചിട്ടുള്ള ലൈക്ക് സ്പൈസസ് ആയിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. പൊടികൾക്ക് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത് കുറച്ച്, പിന്നെ കടുക്. ഇത് കടുക് തരിയായിട്ട് ഒന്നെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ വെച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുതായിട്ട് ഒരു ചെറിയ സ്പൂൺ വേണം. പിന്നെ എണ്ണ, അച്ചാറിടാൻ വേണ്ടിയിട്ട് എന്ത് എണ്ണ യൂസ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ നല്ലെണ്ണ, അല്ലാന്നുണ്ടെങ്കിൽ കടുകെണ്ണ. ഇതിലേതെങ്കിലും ഒരെണ്ണം വേണം യൂസ് ചെയ്യാൻ. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനേക്ക് വേണ്ടിയിട്ട് ഒരു ബേസിൻ എടുക്കാൻ പോവുകയാണ്. പെട്ടെന്നാവും കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഡ്രൈ ബേസിൻ എടുത്തിട്ടുണ്ട്. ഈ കാണാൻ പറ്റുമോ? എല്ലാം കൂടി ക്ലിയർ ആയിട്ട് നമ്മുടെ വർക്ക് സ്പേസ് ക്ലിയർ അല്ല, അതാണ് എന്ത് ചെയ്യണം. ഇപ്പം ഈ ഡ്രൈ ബേസിനകത്ത് ഈർപ്പം ഒട്ടും ഉണ്ടാകാൻ പാടില്ല, ഡ്രൈ ആയിട്ടിരിക്കണം. ഇതിലേക്ക് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന ബനാന ഫ്ലവർ, അത് ചെന്നം പിന്നായിട്ട് ജസ്റ്റ് നടുക്ക് നോക്കിയിട്ട് ഒരു കട്ട് കൊടുക്കുക ചെയ്യുന്നത്, ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. എല്ലാം ഒരു ലെവലിൽ കൊണ്ടെത്തിക്കുക. എന്നിട്ട് വീട്ടിൽ അച്ചാർ തീർന്നു പോയാൽ ഇങ്ങനെ എന്തെങ്കിലും സാധനം കിട്ടിയാൽ അതിനെ പിടിച്ച് നമ്മൾ അച്ചാറാക്കും. നാട്ടിലൊക്കെ ആണെങ്കിൽ മാങ്ങ എപ്പോഴും കിട്ടും, സീസൺ ഉണ്ടാവും. ഇവിടെ എനിക്കത് കിട്ടില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നോക്കിയിരുന്നാൽ നല്ലതൊന്നും കിട്ടത്തില്ല, അച്ചാറും ഉണ്ടാക്കാനും പറ്റില്ല. അപ്പം ഇതുപോലെ ജസ്റ്റ് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തു. ഇറ്റ് ഗോസ് ഡയറക്റ്റ്ലി ടു നമ്മുടെ ഡ്രൈ ബേസിൻ. ഒരു കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ, എല്ലാം പച്ചയ്ക്ക് ഇടുകയാണ്. എന്നിട്ട് ഈ വെളുത്തുള്ളി, കുറച്ച് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആസ് ഇറ്റ് ഈസ് അങ്ങനെ ഇടുക, കാരണം ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറവായത് കൊണ്ടാണ് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇട്ടത്. അപ്പോൾ അതും കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി എന്താണ്, ഇതിലേക്ക് പൊടികൾ ഇടാം. പൊടികൾ ഇടുന്ന മുമ്പ് ഇതെവിടെ നമ്മുടെ മെയിൻ സാധനമാണ് കേട്ടോ അച്ചാറിന് വേണ്ടിയിട്ട്, കടുക്. ആവക്കായ് പിക്കിൾ എന്ന് പറയുന്നത് ആവാലോ എന്ന് ഉദ്ദേശിക്കുന്നത് കടുകാണ് കേട്ടോ. തെലുങ്കിൽ ആവാലോ എന്ന് പറയുന്നത് കടുകാണ്. ഇതിൻ്റെ ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ പേസ്റ്റാണ് മാക്സിമം വേണ്ടത്. ഇത് ഉണ്ടെങ്കിൽ എത്രത്തോളം ആണെങ്കിലും ലൈക്ക് പേസ്റ്റ് അതിൻ്റെ ഗ്രേവി കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിപ്പോൾ ഉള്ളത് അത്ര ഇതിലേക്ക് ഇടുവാണ്. എന്നിട്ട് വേറൊരു പാക്കറ്റ് ഉണ്ട്, ആവശ്യമുണ്ടെങ്കിൽ പൊട്ടിച്ചിട്ടെടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ വെക്കും. ഇത് കുറച്ചേ ഉള്ളൂ, മിക്സിയിൽ കയറാനില്ല. അയ്യോ രമ, മിക്സിയിൽ കയറാനുണ്ടെങ്കിൽ നമുക്ക് കുറേ പൊടിച്ച് വെക്കാമായിരുന്നു. അപ്പം അതില്ലാത്തതുകൊണ്ട് ഈ കടുകൊന്നേ തെറിച്ച് വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പാടില്ല എന്ന് പറയും, താഴോട്ട് വീഴാൻ പാടില്ല എന്ന് പറയും. കാരണം അതെല്ലാം നുള്ളിപ്പറക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ വീട്ടിൽ ബഹളമൊക്കെ വരുമെന്ന് പറയും. ഉള്ളതാണോ എന്നറിയില്ല.
നമ്മുടെ കൂമ്പിനകത്തുള്ള ഫ്ലവേഴ്സും ഉണ്ട്. അതിനെന്താ പറയുന്നത് മലയാളത്തിൽ? ബനാന ഫ്ലവർ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. ശരിക്കും കുറച്ചൊന്നും കൂടി 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നാട്ടിലെ വെയിലൊക്കെ ഒന്ന് കാണണമെങ്കിൽ ആ ജാറിലിട്ട് വെച്ചിട്ട് വെയിലത്ത് ഇങ്ങനെ വെച്ച് ഇത് ചെയ്യണം. സോളോർ കുക്കിംഗ്. ഓക്കെ, ഏതാണ്ടൊക്കെ ആയി. പക്ഷെ എന്നാലും ഇനി കുറച്ച് മതി വേണം. തെരിയായിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഇതുപോലെയായി. ഒന്നും കൂടി സ്മൂത്ത് ആക്കാൻ പറ്റുമെങ്കിൽ ആക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നിർത്താം. അപ്പം ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്നത് കടുക് പൊടി ആസ് ഇറ്റ് ഈസ് അങ്ങനെ ഇടുവാണ് അതിലോട്ട്. വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അങ്ങോട്ട് നേരിട്ട്. ഇതിലേക്ക് 1-2 നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നത്. കായം. അച്ചാറിന് കായവും ഉലുവയും ഒന്നും ഇല്ലെങ്കിൽ എന്താ ടേസ്റ്റ് അല്ലേ? ഒന്നുമില്ല. ഇനി ഇച്ചിരി മഞ്ഞപ്പൊടി, പേരിന് ഒരു ലേശം. പിന്നെ 2 തരം മുളക്. ഒന്ന് പിരിയമുളക്, ലൈക്ക് അതിൻ്റെ ഫ്ലേക്സ് ആണ്, അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കശ്മീരി ചില്ലി. ഇത് മാത്രം മതിയെങ്കിൽ അങ്ങനെ പോവാം. ഞാനിതിപ്പം തട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, കാരണം എനിക്ക് കുറച്ച് ഗ്രേവി വേണം. അതുകൊണ്ട് ഒക്കെ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റാണ് വരുന്നത് ഇതിൽ. അതുപോലെ തന്നെ ഈ ഫ്ലേക്സ്. എൻ്റെ ചോറായി. ഇനി ഉപ്പ് അച്ചാറാണ്, കുറച്ച് കൂടുതൽ വേണം. ഇഞ്ചി വെളുത്തുള്ളി അരച്ചു വെച്ചിരിക്കുന്ന കുറച്ച് പേസ്റ്റ്. ചതച്ചെടുത്താലും മതി, തൽക്കാലം അന്നേരത്തേക്ക് ചതച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇച്ചിരി. ഇനി there goes. ലാവിഷായിട്ട് എണ്ണ ഒഴിക്കാൻ മറക്കരുത്. ആന്ധ്ര അച്ചാർ ഓൾവേസ് ലൈക്ക് കുറേ എണ്ണ വേണം നമുക്ക്. ഇനി എന്താ ചെയ്യുന്നത്? ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം. അതിന് ഞാനൊരു സ്പാറ്റുല ഒന്ന് എടുത്തിട്ട് ഒരു തവി കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം. ഇതെല്ലാം ആ നല്ലെണ്ണ ഇതിനകത്ത് വീഴുമ്പോഴത്തേക്ക് നമ്മുടെ കടുക് പൊടിച്ചു വെച്ചിരിക്കുന്നില്ലേ, അതെല്ലാം കൂടി മിക്സ് ആകുമ്പോഴത്തേക്ക് ആ മണം വരും, അച്ചാറിൻ്റെ മണമേ. യം യം യം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പും ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. വേറെ ഒന്നും ഇതിൽ ഇടണ്ട. എടുത്ത് ജാറിലേക്ക് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. ഇത് നല്ലൊരു അച്ചാറായിട്ട് മാറും. എളുപ്പമാണ് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ പ്രിപ്പറേഷൻ ടൈമിൽ ഇതൊക്കെ എടുത്ത് വെക്കണം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഗ്യാസോ അതോ അടുപ്പോ എൻ്റെ ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ വെയിലുള്ള രാജ്യത്താണ് നിൽക്കുന്നതെങ്കിൽ നല്ല സണ്ണിൻ്റെ ആയിട്ടില്ല ഇത് വെച്ചിട്ട് ബോട്ടിൽ ജാർ കണ്ണാടി ഗ്ലാസ്സിൽ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ഡേ വെയിലത്ത് കൊണ്ട് വയ്ക്കുക. ഫുൾ ഡേ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ എന്താ പറയുന്നത് കടുക് എണ്ണ ഇതൊക്കെ ഇല്ല എല്ലാത്തിനും സോളാർ എനർജിയിൽ അത് തന്നെ ഇരുന്ന് കുക്കാവും. വർഷങ്ങളോളം കേടാവാണ്ട് ഇരിക്കും. പൂപ്പലും ഫംഗസും അങ്ങനത്തെ ഒന്നും തന്നെ വരില്ല. പിന്നെ എനിക്കിത് അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഉള്ളത് കൊണ്ട് ഓട്ടിക്കും. അതൊന്നും ചെയ്യാതെ ഉള്ള പരിപാടിയിൽ. ബട്ട് നോ കുക്കിംഗ്. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇത്രേ ഉള്ളൂ, തീർന്നു കാര്യം. ഇനി ഇത് കുറച്ചൊന്ന് സെറ്റിലായതിനു ശേഷം പുളിപ്പോ അങ്ങനെ ഒന്നും നോക്കണ്ട കേട്ടോ. ഇതിനകത്ത് ഇതിന് കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് തന്നെയാണ് ഇതിന് വേണ്ടതും. ലൈക്ക് ആ പൂവിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ടേസ്റ്റ്, ഒരു എന്താ പറയുക, എനിക്കത് എക്സാക്റ്റ് പറഞ്ഞുതരാൻ അറിയില്ല. പക്ഷെ നല്ലൊരു എമ്മി സാധനമാണ് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം.
ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ കിട്ടുവാണെങ്കിൽ വീട്ടിൽ ഇതുപോലെ നമ്മൾ തോരൻ ഉണ്ടാക്കാൻ എടുക്കുമ്പോഴത്തേക്ക് കുറേ കളയുമല്ലോ. എന്നിട്ട് അതിൻ്റെ ഇതൊക്കെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ടൈപ്പ് ഇത്, അതൊക്കെ വലിച്ചു കളഞ്ഞിട്ട് ബാക്കിയുള്ള സാധനം വെച്ചിട്ട് ഇൻസ്റ്റഡ് ഓഫ് തോരൻ എടുക്കുന്നതിന് പകരം ഇതുപോലെ കുറച്ച് എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് ഒരു അച്ചാർ ചെറുതായിട്ടൊന്നും ഉണ്ടാക്കി വെച്ചിട്ട് നോക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ, അല്ലെങ്കിൽ തൈര് ചോറിൻ്റെ കൂട്ടത്തിലോ തൈര് സാദത്തിൻ്റെ കൂട്ടത്തിലോ ലൈക്കുന്നു വെജിറ്റേറിയൻ ഡിഷസ്. ഡസൻ മാറ്റർ, ഈവൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് അച്ചാറില്ല എന്നുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിലും മതി. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് വരുന്നുണ്ട്, ഫ്ലേവറേ സൂപ്പർ ടേസ്റ്റ്. കാരണം ഈ പൊടികൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടും, ബാലൻസിങ് ചെയ്ത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഓൾറെഡി ഉപ്പ് 3 സ്പൂൺ ആയിട്ടിരിക്കുന്നത്. ഈ എന്താ പറയുന്നത്, മുളക് പൊടിക്കും ഉള്ളിയല്ലല്ലോ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വെച്ചതേ, അതെല്ലാം കയറി കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി, നന്നായിട്ട് എല്ലായിടത്തും കൂടി കിട്ടത്തക്ക രീതിയിൽ. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ എപ്പിസോഡ്. ഇത് ഇനി വല്ല കുപ്പി കിട്ടുകയാണെങ്കിൽ കുറച്ച് നേരം ഇരുന്നിട്ട് കുപ്പി വല്ലതും കിട്ടുകയാണെങ്കിൽ അതിലേക്ക് ഇട്ടിട്ട് കാണിച്ചു. ഇപ്പം കാണാൻ ഏതാണ്ട് ഇതുപോലെ ഉണ്ട്. കുറച്ചും കൂടി സൂം ചെയ്താൽ ഇങ്ങനെ കാണാം. അങ്ങനെ ഞാൻ എൻ്റെ ജാറിലേക്ക് ഇട്ടു. പഴയ ജാർ തന്നെയാണ്, ഇതിലാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന അച്ചാർ, നെല്ലിക്ക അച്ചാർ. അത് തീർന്നപ്പോഴത്തേക്ക് ആ ജാറിൽ തന്നെ അങ്ങിട്ടു. അങ്ങനെ ഞാൻ മൺചട്ടി യൂസ് ചെയ്ത് തുടങ്ങി കേട്ടോ. പാകപ്പെ 2-3 ദിവസം ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഒന്നും കൂടി ഒന്ന് ലോങ് റണ്ണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലിപ്പം കൂമ്പ് തോരനാണ് വെച്ചിരിക്കുന്നത്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, ഇങ്ങനെയിട്ട് വരവാം നമുക്ക്. എൻ്റെ മോര് കാച്ചുവാണ് ഞാൻ പഞ്ചാബി സ്റ്റൈൽ കടിയാണ് ചെയ്തത്. അതിച്ചിരി കുറുക്കിയെടുക്കണം, കുറച്ച് ലൂസായിട്ടാണ് വെച്ചിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കരിപ്പത്തൊന്നും ഇടത്തില്ല, ബസ്റ്റിൽ ഞാൻ കടുക് വറുത്തിട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത്. മെയിനായിട്ട് കാണിക്കാൻ വന്നത് ബനാന ഫ്ലവറിൻ്റെ അച്ചാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ലൈക്ക് 2 ദിവസം മുമ്പ് ഇത് ഞാൻ നല്ലോണം സീസണിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം സ്മെല്ല് ഇപ്പോൾ ഒട്ടും വരുന്നില്ല കേട്ടോ. പണ്ട് ഞാൻ ചെയ്തിരിക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു വാട്ടമായിരുന്നു വരുന്നത്. ഈ ടെറാക്കോട്ട മെറ്റീരിയലിൽ നിന്ന് ഭയങ്കര സ്മെല്ല്, എത്ര കഴുകിയാലും പോകത്തില്ല. ചെയ്ത ഉടനെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. പകുതി വേവാകുമ്പോഴത്തേക്കന്നെ നമുക്കതങ്ങ് മാറ്റി വെക്കേണ്ടി വരും വേറെ പാത്രത്തിലേക്ക്. ഇപ്പോൾ ഏതായാലും ആ ഒരു സ്മെല്ല് ഒട്ടുമില്ല. അപ്പം റെഡി ആയി, സീസണിങ് സക്സസ് ആയെന്നാണ് ഉദ്ദേശിച്ചത്. ഇനിയിപ്പം ഞാൻ കണ്ടിന്യൂസ് 3-4 ദിവസം ഈ 2 പാത്രങ്ങളായിരിക്കും ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്താലും. സോ ദാറ്റ് ഒന്നും കൂടി ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ എൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു.